നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത് അറസ്റ്റിലാകുന്ന ഉന്നതൻ ആര് എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ചോദ്യം. ഏറെക്കുറെ ഇതിന് ഉത്തരം ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ഉടൻ അറസ്റ്റിലായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി SIT വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യം കൊടുത്ത മൊഴിയിലും ഇപ്പോൾ കൊടുത്ത മൊഴിയിലും വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് SITയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് ഈ നിമിഷം നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ സർക്കാർ തലത്തിൽ ചില സമ്മർദ്ദങ്ങൾ SITക്ക് മേലിൽ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നിയമസഭയിൽ ബജറ്റ് അവതരണം നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അതിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് പാർട്ടിയെ, CPMനെ, ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രശാന്തിൻ്റെ അറസ്റ്റ് ഒരല്പം താമസിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രശാന്തിൻ്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് തന്നെയാണ് SIT ആവശ്യപ്പെട്ടിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച തന്നെ തത്വമായി പറഞ്ഞിരുന്നു. അടുത്ത് അറസ്റ്റിലാകാൻ പോകുന്നത് PS പ്രശാന്താണ്. കാര്യം പ്രശാന്തിനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ തുടക്കമിട്ടതുപോലും, ഇതിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് തുടക്കമിട്ടതുപോലും, അല്ലെങ്കിൽ ഇതിന് കാരണമായതുപോലും PS പ്രശാന്തിൻ്റെ ചെയ്തിയാണ്. ഇക്കഴിഞ്ഞ നാലാം ഓണ ദിവസം സെപ്റ്റംബർ 7-ാം തീയതി ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയാണ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. ഇത് കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറുടെയോ പെർമിഷൻ ഒന്നുമില്ലാതെ രാഖി രാമാനം കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഒരു കാര്യമായിരുന്നു. ഇതിനെതിരെ അന്ന് നമ്മൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കൽ എറർ മാത്രമാണ് വിഷയത്തിലുള്ളത്. ഒരു ലെറ്റർ കൊടുത്താൽ തീരാവുന്ന സാങ്കേതിക പ്രശ്നം മാത്രമേ ഈ വിഷയത്തിലുള്ളൂ എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. കാര്യം ഈ ഒരു കേസിനെ തുടർന്ന് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ പരാതി നൽകുന്നു. തുടർന്ന് കോടതി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ സ്വർണ്ണക്കൊള്ള, ഏകദേശം 10 വർഷത്തിനപ്പുറം മറഞ്ഞിരുന്ന സ്വർണ്ണക്കൊള്ള തിരനീക്കി പുറത്തേക്ക് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്ര വമ്പന്മാരാണ് ഇതിൽ പിടിയിലായത്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കേസിൽ ഒരു പരാതിക്കാരനില്ല എന്നുള്ളതാണ്. ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള അദൃശ്യ സാന്നിധ്യമായ അയ്യപ്പസ്വാമി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിട്ടയർ ചെയ്ത് പോയി സുഖജീവിതം നയിച്ചവരൊക്കെയും ഈ കേസിൽ പ്രതികളായി തിരിച്ചു വന്നത്. കാര്യം ഇതിൻ്റെ പേരിൽ ആരൊക്കെ കള്ളം കാണിച്ച് എവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവരൊക്കെ തിരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ടതായി വന്നു. ഇപ്പോൾ PS പ്രശാന്തിനെ നമുക്കറിയാം. കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു പ്രസിഡന്റ് കൂടിയായിരുന്നു പ്രശാന്ത്. സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്തുതിപാഠകനാണ് പ്രശാന്ത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ആൾ കൂടിയാണ് PS പ്രശാന്ത്. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഏത് രീതിയിലും പ്രവർത്തിക്കുന്ന ആളാണെന്ന് പ്രശാന്ത് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അടക്കം പറച്ചിലുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാരണമായിട്ടാണ് ഈ അയ്യപ്പ സംഘമൊക്കെ സംഘടിപ്പിക്കുന്നത്. കാര്യം അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടിക്ക് മുന്നിൽ ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച, നല്ല പിള്ള ചമയാൻ ശ്രമിച്ച ആളാണ് ഈ പ്രശാന്ത്. അതിൻ്റെ സൈഡ് പറ്റിയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി ദ്വാരപാലക ശില്പത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി അതിലെ സ്വർണ്ണപാളികൾ നീക്കി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി അയക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ആദ്യം ഇത് സുരക്ഷിതമായിട്ടാണോ അയക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ബന്ധപ്പെട്ട അധികാരികളുമായി ആലോചിച്ച് വേണ്ട വിധത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടാണ് ഈ വിഗ്രഹപാളികൾ കൊണ്ടുപോയതെന്നാണ്. അന്ന് മുതൽ നമ്മൾ പറയുന്നുണ്ട് ഇതിലെ പിഴവ് എന്താണെന്ന്. ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഒരുക്കുന്ന സുരക്ഷ ഈ സ്വർണത്തിന് ഉള്ള പൂർണ്ണമായ ഒരു സുരക്ഷാ കവചമായി മാറുന്നതെന്നുള്ള ഒരു സംശയമാണ് നമ്മൾ ആദ്യം മുതൽ ഉന്നയിച്ചത്. ഒന്നാമത് ഈ വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗമല്ല. കാര്യം ദേവസ്വം ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്നവരാണ് വിജിലൻസിലെ മിക്ക ഉദ്യോഗസ്ഥരും. ഇപ്പോൾ തത്വമായി പല രീതിയിലുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ
വിഗ്രഹ സ്വർണ്ണ കൊള്ള നടക്കുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ഗാർഡിലെ പലരെയും ഇപ്പോൾ വിജിലൻസിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. അവരെ അങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു കള്ളത്തരമാണ്. കാര്യം ഈ വിവരങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ ദേവസ്വം ഗാർഡുകളെ തന്നെ വിജിലൻസിലേക്ക് മാറ്റുന്നു. പിന്നീട് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലൊക്കെ ഉണ്ടാകുന്നത് ഈ ഗാർഡുമാരായിരിക്കും. അപ്പോൾ അവരുടെ കാലത്ത് നടന്ന ഒരു കൊള്ള അവർ തന്നെ അന്വേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള ഒരു വൈചിത്ര്യം കൂടി ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട്. എന്തായാലും ഈ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ മാസം രഹസ്യ കേന്ദ്രത്തിൽ വെച്ചും പിന്നീട് ഓഫീസിൽ വെച്ചും നടന്ന ചോദ്യം ചെയ്യലുകളിൽ പ്രശാന്ത് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് പൂർത്തിയായെന്നും ഇനി ഹാജരാകേണ്ടി വരില്ല എന്നുമുള്ള പ്രശാന്തിന്റെ നേരത്തെയുള്ള അവകാശവാദം തള്ളിക്കൊണ്ടാണ് SIT കടുത്ത നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസം നീങ്ങിയത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഉന്നതരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രശാന്തിനെതിരെയുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. സർക്കാരിൻ്റെ പച്ചക്കൊടി ലഭിച്ചാലുടൻ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സംഘത്തിൻ്റെ തീരുമാനമെന്ന് നമുക്ക് ഈ ഒരു നിമിഷം അറിയുന്നുണ്ട്. എന്തായാലും PS പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് നടന്ന കൊള്ളയാണ് ഈ ശബരിമല കൊള്ളയുടെ മൊത്തം ചരിത്രം അനാവരണം ചെയ്യാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ പ്രശാന്തിൻ്റെ അറസ്റ്റ് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയായിരിക്കും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ. മാത്രമല്ല ഇദ്ദേഹം ഈ പറഞ്ഞ വൈരുദ്ധ്യം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലെ വൈരുദ്ധ്യം, അത് നമ്മൾ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് തന്നെ ഉണ്ട്. കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ളവരല്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി വേണം ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്താനെന്നുള്ളൊരു റിപ്പോർട്ട് ഇരിക്കെ തന്നെയാണ് ആ റിപ്പോർട്ട് തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം ജൂലൈയിൽ വീണ്ടും ഒരു റിപ്പോർട്ട് ഇറക്കുന്നു. പിന്നീടാണ് ഈ സെപ്റ്റംബർ മാസം ശബരിമലയിലെ സ്വർണം വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് പണ്ട് കാലത്തുണ്ടായിരുന്ന പത്മകുമാറിലും മറ്റുള്ളവരിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഏറ്റവും ഒടുവിൽ മുൻപ് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ കാലം വരെയും ആ ഒരു അവിശുദ്ധ ബന്ധം തുടർന്നിരുന്നു. ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഇനിയും അറസ്റ്റുകൾ ഒരുപാട് ഉണ്ടായേക്കാം. പക്ഷേ ഒരു ഉന്നതൻ എന്നുള്ള നിലയിൽ ഇനി ഉണ്ടാകുന്ന ഏറ്റവും നിർണായകമായ അറസ്റ്റ് എന്ന് പറയുന്നത് PS പ്രശാന്തിൻ്റെ തന്നെയായിരിക്കും. പക്ഷേ സർക്കാരിൻ്റെ സമ്മർദ്ദമാണ് ഇപ്പോൾ ഒരു വിലങ്ങുതടിയായി ഇതിന് മുന്നിൽ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ വിലങ്ങുതടി നീക്കിക്കൊണ്ട് SITക്ക് കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് അവർ ഈ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.